മന്ത്രവാദം, ദുർമന്ത്രവാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇക്കാലത്ത് അതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടല്ലേ? എന്നാൽ മന്ത്രവാദത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരെ സൂക്ഷിക്കണം. അവരുടെ ലക്ഷ്യം മറ്റു പലതുമാകും. തട്ടിപ്പും ലൈംഗിക ചൂഷണവുമൊക്കെ ലക്ഷ്യമിട്ട് നടക്കുന്നവരുണ്ട്. മലപ്പുറം വളാഞ്ചേരിയിൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് കേട്ടിരുന്നു. മന്ത്രവാദത്തിൻ്റെ പേരിൽ 14-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മദ്രസാധ്യാപകന് 17 വർഷമാണ് തടവ് ശിക്ഷ. പള്ളിയിൽ നമസ്കാരത്തിന് പോകുന്നതിനിടെ പരിചയപ്പെട്ട കുട്ടിയെയാണ് പ്രതി രാമപുരം സ്വദേശി സൈനുൽ ആബിദ് ലൈംഗികമായി ചൂഷണം ചെയ്തത്. പ്രതി 2.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും മഞ്ചേരി പോക്സോ കോടതിയുടെ ഉത്തരവിലുണ്ട്. സഹോദരിക്ക് മന്ത്രവാദ ചികിത്സ നടത്താനെന്ന പേരിൽ 14-കാരനെ പരിചയപ്പെട്ട് വിശ്വാസം നേടിയെടുത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലാണ് മദ്രസാധ്യാപകന് 17 വർഷം കണ്ണുതടവ് വിധിച്ചത്. രാമപുരം സ്വദേശി 41-കാരനായ സൈനുൽ ആബിദിനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതി 2.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. മഞ്ചേരി പോക്സോ കോടതി ജഡ്ജി TP അഷ്റഫ് അലിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ഈ കുട്ടിയുടെ സഹോദരിയെ ഈ മന്ത്രവാദ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും പ്രാർത്ഥനകളും മറ്റും നടത്തിയ ശേഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം പ്രതി തൊട്ടടുത്ത ലോഡ്ജിലേക്ക് രാത്രി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് പലതവണ വിധേയമാക്കുകയും ചെയ്തു എന്നുള്ള പ്രോസിക്യൂഷൻ കേസിലാണ് ഇന്ന് ഈ പ്രതിക്ക് ബഹുമാനപ്പെട്ട കോടതി IPC 377 വകുപ്പ് പ്രകാരം 10 വർഷത്തെ കഠിന തടവിനും പോക്സോ ആക്ടിലെ 9L റെഡ് വിത്ത് 10 പ്രകാരം 7 വർഷത്തെ കഠിന തടവിനും 2,50,000 രൂപ പിഴയ്ക്കും വിധിച്ചിട്ടുള്ളത്. കുട്ടിയെ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടി ലോഡ്ജിലെത്തിച്ച് അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി പീഡിപ്പിച്ചെന്നാണ് പരാതി. പള്ളിയിൽ നമസ്കാരത്തിനായി പോകുന്നതിനിടെയാണ് പ്രതി കുട്ടിയെ പരിചയപ്പെട്ടത്. പിന്നീട് പരിചയത്തിലൂടെ കുട്ടിയുടെ വിശ്വാസം നേടിയെടുത്തായിരുന്നു പീഡനം. കുട്ടിയുടെ സഹോദരിക്ക് മന്ത്രവാദ ചികിത്സ നടത്തുന്നതിന്റെ പേരിൽ പ്രതി വീട്ടിൽ വരികയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന സമയം കുട്ടിയെ സമീപത്തെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. 2 വകുപ്പുകളിലായി 10ഉം 7ഉം വർഷം കണ്ണുതടവാണ് ശിക്ഷ. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.